ഇൻഫോർമൽ ലെറ്റർ ആർക്കാണ് എഴുതാൻ മക്കളെ? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നമുക്ക് അറിയുന്ന ആൾക്കാർ, നമുക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാർ. ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ നേരിട്ട് പരിചയമുള്ള പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്ത ആള്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ ചേട്ടന്റെ ഫ്രണ്ടോ അങ്ങനെയൊക്കെ ഉള്ളവർ. ഓക്കെ, ഇനിയിപ്പം ഫോർമൽ ലെറ്റർ ആർക്കാണ് എഴുതാം? സി, പത്രത്തിന്റെ ന്യൂസ് പേപ്പർ എഡിറ്റർ, ഇനിയിപ്പോ പോലീസ് അല്ലെങ്കിൽ മാനേജർ, ഓക്കെ, നമ്മുടെ എംപ്ലോയർ, ബോസിനൊക്കെ അയക്കാം, അല്ലെങ്കിൽ ടീച്ചർ, പ്രിൻസിപ്പൽ, അവർക്കൊക്കെ എന്താണ് ഫോർമൽ ലെറ്റർ ആയിരിക്കും. ഇൻഫോർമൽ ലെറ്റർ എന്താ? ഫ്രണ്ട്സ്, നമ്മൾ മീറ്റ് ചെയ്ത പരിചയമുള്ള ആൾക്കാരൊക്കെ. ഓക്കെ, വളരെ സിമ്പിൾ ആ ഫോർമാറ്റ്. ഫ്രം അഡ്രസ്, ഇനി ലൈൻ ലീവ് ചെയ്യുന്നിടത്ത് ഞാൻ വരയ്ക്കുന്ന കണ്ടോ, ഇവിടെ ലൈൻ ലീവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ലൈൻ ലീവ് ചെയ്യണം. ഫ്രം അഡ്രസ്, ലൈൻ ലീവ് ചെയ്യുക, ഡേറ്റ് എഴുതാ, ലൈൻ ലീവ് ചെയ്യുക. പിന്നെന്താ? ഡിയർ, ഡിയർ എന്ന് പറയാം, ഡിയർ അങ്ങനെയൊക്കെ മതി. ഡിയർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഡിയർ പേര് കിട്ടോ, ഡിയർ ബ്രദറോ, ഡിയർ ബ്രോ, ഡിയർ മച്ചാനെ, ഡിയർ കുട്ടാലെ, ഡിയർ അമ്മക്കുട്ടി, അല്ല ഡിയർ അപ്പക്കുട്ട. ഓക്കെ, സി, 3 കാര്യങ്ങളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. 1, 2 and 3. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കവർ ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അവരെ പറ്റി അന്വേഷിക്കണം. ഓക്കെ, അപ്പൊ ഗ്രീറ്റിംഗിന് മാർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ പറ്റി ഗ്രീറ്റിംഗ് ചെയ്യണം. ഓക്കെ, ഗ്രീറ്റിംഗ് ചെയ്യാൻ എങ്ങനെയാ? വളരെ സിമ്പിൾ ആണ്. ഗ്രീറ്റിംഗ് ചെയ്യാനുള്ള എക്സാമ്പിൾ ഹൗ ആർ യു. ഓക്കെ, ഹൗ ആർ യു, അല്ല ഹൗ ഡു യു ഡു, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഹൗ ആർ യു, ഹൗ ആർ യു ഡൂയിങ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ പറയും അല്ലേ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇനി നിങ്ങൾ ഫാമിലിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സ്കൂളിൽ വിട്ട് വെക്കേഷനിൽ പോയാൽ, വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോയി, അതിനെ പറ്റി കൂടി ചോദിച്ചു. ഓക്കെ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഹൗ ഇസ് യുവർ വെക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഗ്രീറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇൻഫോർമൽ ലെറ്റർ ഫോൺ വിളിക്കുമ്പോൾ ആടാ സുഖലടാ, എവിടെയാ, ഇപ്പൊ റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടോ, ഓ എന്തൊക്കെയാണ്, ഇപ്പോഴും ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വിശേഷം ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടന്റ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? ക്വസ്റ്റ്യനിൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയോ അല്ലെ എക്സ്പീരിയൻസോ ആ കാര്യം നിങ്ങൾ നെറേറ്റ് ചെയ്യണം. ഓക്കെ, നെറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ പറ്റി പറയണം. നിങ്ങൾ എന്തെങ്കിലും ഒരു പാമ്പിനെ കണ്ടുവെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു സീകൾ ഇങ്ങനെ പറക്കുന്ന കണ്ടുവെന്നോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്താണ് എന്തെങ്കിലും സിനിമ പുതിയ സീരീസ് വന്നോ അതിനെ പറ്റി പറയണോ, ആ എക്സ്പീരിയൻസ് ക്വസ്റ്റ്യനിൽ പറയും. മിക്കവാറും ക്യാരക്ടർ ബേസ് ആയിരിക്കും, ഏതെങ്കിലും ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ക്യാരക്ടർ ബേസ് ആയിരിക്കും. മൂന്നാമത്തത് കൺക്ലൂഷൻ. ഓക്കെ, കൺക്ലൂഡ് ചെയ്യേണ്ട എങ്ങനെയാ മക്കളെ? നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ എന്ന് പറയാം. ഓക്കെ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, അല്ലെങ്കിൽ ഡു റൈറ്റ് മീ ബാക്ക് എന്ന് പറയാം. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ അത് പറയാം. അതേപോലെ തന്നെ വേറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക, സെൻഡ് മൈ റിഗാർഡ്സ് യുവർ ഫാമിലി. എന്താണ്? സെൻഡ് മൈ റിഗാർഡ്സ് യുവർ ഫാമിലി. ഓക്കെ, അന്വേഷണം അറിയിക്കണം കേട്ടോ, ടു യുവർ ഫാമിലി, അല്ലെ പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. ഓക്കെ, ഫാമിലി. ഓക്കെ, അന്വേഷണം പറയണം അച്ഛനമ്മേനോട്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. നോക്കിയേ, ഫ്രം, ഡേറ്റ്, ടു വേണ്ട, എന്താണ് ഡിയർ തുടങ്ങാം, ഫ്രമും ഡേറ്റും പിന്നെ തുടങ്ങാം. പിന്നെന്താണ്? ഗ്രീറ്റ് ചെയ്യുക, കണ്ടന്റ് പറയുക, ചാപ്റ്റർ ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്. പിന്നെന്താണ്? കൺക്ലൂഡ് ചെയ്യുക, കൺക്ലൂഷൻ. ഓക്കെ, പിന്നെ നോക്കിയേ, യോർസ് ട്രൂലി, യോർസ് ഫെയ്ത്ത്ഫുള്ളി, യോർസ് ലവിംഗ്ലി, യോർസ് ഉള്ളി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പേര് എഴുതി വെക്കുക. നിങ്ങളുടെ പേര് എഴുതല്ല, ചാപ്റ്ററിൽ പറഞ്ഞ ക്യാരക്ടറിന്, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആളെ വെച്ചിട്ട് എഴുതണം. ഓക്കെ, റെഡി? നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഈ പ്രാവശ്യത്തെ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം വേഗം. ഓക്കെ, വൺ ഓഫ് ദ സർവൈവേഴ്സ്, മോഡൽ 2023 ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ സർവൈവേഴ്സ് ഓഫ് സ്മോൾ പോക്സ്. ഓക്കെ, സ്മോൾ പോക്സ് ഏത് ചാപ്റ്ററിൽ ഏത് കഥയിലാണ് മക്കളെ വരുന്നത്? റൈറ്റ്സ് എ ലെറ്റർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹസൻ. ഏത് ചാപ്റ്റർ? ആഫ്റ്റർ റിക്കവറിംഗ് ഫ്രം ദ ഇൽനെസ്, ഡ്രാഫ്റ്റ് ലെറ്റർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ചാപ്റ്ററിനെ പറ്റി കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഏതാണ് ചാപ്റ്റർ, എന്താണ് സംഭവം. ഓക്കെ, ഇത് ഏതാ ചാപ്റ്റർ? ഫസ്റ്റ് ഓഫ് ഓൾ, ദ സെറാങ് ഓഫ് രണഗഞ്ചി. ഓക്കെ, സെറാങ്. ഓക്കെ, ദ സെറാങ് ഓഫ് രണഗഞ്ചി. ഓക്കെ, അപ്പൊ അറിയാത്തവര് രണഗഞ്ചി. ഓക്കെ, എങ്ങനെ എഴുതുന്നുള്ളൂ? ആരാണ് എഴുതിയത്? A.J. ക്രോണിൻ. ഓക്കെ, എന്നാൽ നിങ്ങൾ കുറച്ച് കഥ അറിയണം, അല്ലാണ്ട് ഇത് ബേസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ എന്താ എക്സാമ്പിൾ കാണിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊരു പെട്ടിയൊക്കെ വരയ്ക്കാണ്, അടിപൊളി. ഓക്കെ, ഈ പെട്ടി വരയ്ക്കാൻ കുറെ സ്ഥലമില്ല, ബേസിക്കലി ഇതിൽ പെട്ടി വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യം എഴുതുന്നത് എന്താണ്? ഫ്രം അഡ്രസ്. നിങ്ങൾ ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന സ്മോൾ പോക്സ് പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. ഓക്കെ, ഒരു ക്രൂ മെമ്പർ ഒരാളായിക്കോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ്? ഹസൻ എന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയോണ്ട് നിങ്ങൾ റിക്കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമുക്ക് എന്താണ്? ഫുള്ളി റിക്കവർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ? ഹസൻ എഴുതി, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നന്ദി പറയാൻ വേണ്ടിട്ട്. ഓക്കെ, ഫ്രം അഡ്രസ്സിന് ഫ്രം എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അതിന്റെ അഡ്രസ് പറയാം. നിങ്ങൾ അഡ്രസ് പറഞ്ഞേ 7th റോഡ്. ഓക്കെ, 7th റോഡ്, അങ്ങനെ എന്തെങ്കിലും മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് 22. ഓക്കെ, 22 MMA റോഡോ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. MMA റോഡ് എന്താണ്? കോഴിക്കോട് എന്ന് എഴുതിക്കോ. കോഴിക്കോട് കേരളം, ഇത്രയും മതി. ഓക്കെ, ഈ കത്ത് ആരും ശരിക്കും വായിക്കാൻ പോകുന്ന, അപ്പൊ 2 ലൈനൊക്കെ മതി. ഇനി ഒരു ലൈൻ ലീവ് ചെയ്യാം. ഓക്കെ, ബുദ്ധിപൂർവ്വം ഒരു ലൈൻ ലീവ് ചെയ്യാം. ഞാൻ ഇവിടെ കളർ ഒന്ന് മാറ്റട്ടെ. ലൈൻ ലീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്?
ഫ്രം കഴിഞ്ഞിട്ട് ഡേറ്റ്, നാളത്തെ ഡേറ്റ് എഴുതാം. നാളെ അല്ല, മറ്റന്നാൾ എക്സാം അല്ലേ, 30. ഓക്കെ, നമുക്ക് ഇന്നത്തെ എഴുതാം. 28 മാർച്ച് 2023. വേറെ ഒന്നും വേണ്ട. മാർച്ച് കോമ ഡേറ്റ് DD MM YY ഒന്നും വേണ്ട, ഇത് മതി, വളരെ സിമ്പിൾ. ഓക്കെ, ലൈൻ ലീവ് ചെയ്യുന്നു. ഡിയർ ആരാണ് നമ്മൾ എഴുതുക? ഡിയർ അമ്മുക്കുട്ടീനെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഡിയർ ഹസൻ. ഓക്കെ, ഡിയർ ഹസൻ. ഇവിടെ കോമ നിർബന്ധമില്ല കേട്ടോ, ഇത് പണ്ടത്തെ സ്റ്റൈലാ. ഡിയർ ഹസൻ എഴുതിയിട്ട് ഇങ്ങനെ തുടങ്ങിയാലും മതി. ഓക്കെ, തുടങ്ങുന്നത് എന്താണ്? ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, അന്വേഷണം പറയണം. ഹൗ ഇസ് യുവർ, ആർ യു ഓൺ ഷിപ്പ് ഓർ ലാൻഡ് എന്നൊക്കെ ചോദിക്കുക. പിന്നെ ഹൗ ഇസ് ഡോക്ടർ AJ ക്രോൺ എന്നൊക്കെ വെറുതെ ചോദിച്ച് അടിച്ചുവിടാം, അന്വേഷിച്ചു. ഓക്കെ, അതുണ്ടെന്ന് നമ്മൾ പറയുന്നത് ഐ എം ഇൻഫോർമിങ്, ഐ വാണ്ടഡ് ടു ലെറ്റ് യു നോ ദാറ്റ് ഐ എം ടോട്ടലി ഫൈൻ, ഐ ഹാവ് റിക്കവേർഡ് ഫ്രം ദ സ്മോൾ പോക്സ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ യുവർ ഹെൽപ്പ്. ഓക്കെ, നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. യു സേവ്ഡ് മൈ ലൈഫ് വെൻ അറ്റ് സീ എന്നൊക്കെ പറയാം. എന്നിട്ട് എന്താണ്, ഐ കാൺട്ട് എന്താണ് എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ വേർഡ്സ്, ഐ എം ദാറ്റ് ഗ്രേറ്റ്ഫുൾ ടു യു. കുറച്ച് ബഡായൊക്കെ അടിക്കാം. പിന്നെ എന്താണ്, പിന്നെ അന്വേഷിക്കാം. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, സെൻഡ് മൈ റിഗാർഡ്സ് ടു ദ അതർ ക്രൂ മെമ്പേഴ്സ്, ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അന്വേഷണം പറയാം. അത്രയും മതി. ഓക്കെ, ഹോപ്പ് ടു സീ യു സൂൺ എന്നും കൂടി അടിച്ചു കേട്ടോ. ഓക്കെ, അത് മതി. പിന്നെ എന്താണ്, യോർസ് ട്രൂലി. ഓക്കെ, യോർസ് ട്രൂലി. ഇവിടെയും കോമൺ നിർബന്ധമൊന്നുമില്ല, പക്ഷെ വേണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? നമുക്ക് അപ്പുക്കുട്ടൻ ഇടാം. അപ്പുക്കുട്ടൻ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം ഗ്രീറ്റിംഗ്, പിന്നെ കഥ പറയുന്നു, നമ്മളെങ്ങനെ റിക്കവർ ചെയ്തു എന്ന്, ആൻഡ് എന്താണ്, പിന്നെ റിപ്ലൈ വരണം, ഹോപ്പ് ടു സീ യു സൂൺ അടിച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒരു ഇൻഫോർമൽ ലെറ്റർ 6 മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് മാർക്കിംഗ് ക്രൈറ്റീരിയ. നിങ്ങൾക്ക് കണ്ടന്റ് വരും, ഫോർമാറ്റ് വരും, പിന്നെ എന്താണ്, പ്രസന്റേഷൻ ഓഫ് ദ കണ്ടന്റ്. ഓക്കെ, പ്രസന്റേഷൻ, ഗ്രീറ്റ് ചെയ്തോ, അന്വേഷിച്ചോ, കാര്യം പറഞ്ഞ ക്വസ്റ്റ്യനിൽ, പിന്നെ കൺക്ലൂഡ് ചെയ്തോ, പിന്നെ ഫോർമാറ്റ്, ലൈൻ ലീവ് ചെയ്യുന്നതും, ഒരു പെട്ടി നിർബന്ധമില്ല, പക്ഷെ നമ്മൾ വരയ്ക്കുന്നവരത്തേക്ക്. ഓക്കെ, ഇത് മനസ്സിലായതൊക്കെ ഫയർ ഇമോജീസ് ഇടും. ഓക്കെ, ഇത് മനസ്സിലായതൊക്കെ ഫയർ ഇമോജീസ് ഇടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.